യോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ വീഡിയോ. സോ നമ്മളിവിടെ വന്നിട്ടുള്ളത് നിഫ്റ്റിയുടെയും അതുപോലെ ബാങ്ക് നിഫ്റ്റിയുടെയും ഒരു വീക്ക്ലി അനാലിസിസും അതുപോലെ അടുത്തൊരു വീക്കിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് നിഫ്റ്റിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ നിഫ്റ്റി കഴിഞ്ഞ വീക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീക്ക്ലി ക്ലോസിങ്. കഴിഞ്ഞ വീക്കിലെ ക്ലോസിങ് നമുക്ക് ഈ ഒരു പ്രീവിയസ് ഓൾ ടൈം ഹൈൻ്റെ മേളിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനി ടൈം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, പക്ഷെ നമ്മൾ കാണാൻ പറ്റും ഈ ഒരു വീക്ക് ക്ലിയർ ആയിട്ട് കഴിഞ്ഞ വീക്കിനെ എൻഗൾഫ് ചെയ്ത് ക്ലോസ് ചെയ്യുന്ന രീതിയിലാണ് പ്രൈസ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഒരു പ്രൈസ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു എന്ന് എന്ത് ചെയ്യാം, നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് കറണ്ട് ട്രേഡിംഗ് റേഞ്ചും അതുപോലെ നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് ബൈങ് ഓപ്പർച്യൂണിറ്റീസ് അല്ലാന്നുണ്ടെങ്കിൽ അടുത്തൊരു എക്സ്പെക്ടേഷൻ പ്രകാരം എവിടുന്ന് ട്രേഡ് നോക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, പക്ഷെ നമ്മളെ കറണ്ട് ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ഫ്രം ഈ ലോ തൊട്ടിട്ട് ഈ ഒരു ഹൈ വരെയാണ്. ഓക്കെ, സോ നമുക്ക് ഞാൻ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് മാറാം. ഓക്കെ, ഈ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു ട്രേഡിംഗ് റേഞ്ച് ആണ്, ഫ്രം ഈ ഒരു ലോ തൊട്ടിട്ട് ഈ ഒരു ഹൈ വരെ. ഓക്കെ, ഈ ട്രേഡിംഗ് റേഞ്ചിന്റെ 50% താഴെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ 50%ലുള്ള ഡിമാൻഡ് ഏരിയസ് നമുക്ക് എന്ത് ചെയ്യാം, ബൈങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡിമാൻഡ് ഏരിയ ഉണ്ട് ഡെയിലിയിൽ, ലൈക്ക് ഈ ഒരു ബേസ്. ഓക്കെ, പക്ഷെ ഇത് കറണ്ട് ട്രേഡിംഗ് റേഞ്ചിന്റെ ഡിസ്കൗണ്ടിലല്ല. സോ അതുകൊണ്ട് ഇതൊരു ലോവർ പ്രോബബിലിറ്റി സോൺ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതൊരു 50% ഇവിടെ നമുക്കൊരു ബേസ് കാണാം, ഈ ഒരു ഏരിയ. അതുപോലെ നമുക്ക് അടുത്തൊരു ഡിമാൻഡ് ഏരിയ എന്ന് പറയുന്നത് ഫ്രം ഈ ഒരു ഏരിയ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രൈസ് ഇവിടെ വന്നിട്ട് കൺഫർമേഷൻ തരാണെന്നുണ്ടെങ്കിലും ലോങ്സ് പ്ലാൻ ചെയ്യാം. അതുപോലെ ഇവിടെ വന്നിട്ട് കൺഫർമേഷൻ തരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ലോങ്സ് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇത് രണ്ടുമാണ് നമുക്ക് അടുത്തൊരു വീക്കിലേക്കുള്ള ഒരു ഐഡിയ. ഓക്കെ, നമുക്കറിയാം കൺഫർമേഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കേണ്ടതെന്നൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ഇവിടെ പ്രൈസ് എത്തിയതിനു ശേഷം എന്ത് ചെയ്യാം, ഈ ലെവൽ ഹിറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് മൊമെന്റം ഷിഫ്റ്റ് പ്ലസ് ന്യൂ ഡിമാൻഡ്സ് ഫോം ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ബൈങ് ഓപ്പർച്യൂണിറ്റീസ് നോക്കാം. ഓക്കെ, അപ്പോൾ അതാണ് നിഫ്റ്റിന്റെ കേസിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. സോ ജസ്റ്റ് മനസ്സിലാക്കുക, കറണ്ട് ട്രേഡിംഗ് റേഞ്ചിന്റെ ഡിസ്കൗണ്ടിൽ എത്തിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, ബൈങ് ഓപ്പർച്യൂണിറ്റീസ് സീക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് ബാങ്ക് നിഫ്റ്റിയാണ്. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റി നോക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റി നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിഫ്റ്റിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റി ഒരു സ്ട്രെങ്ത് കുറവായിട്ടായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു സ്ട്രെങ്ത് കുറഞ്ഞത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിലേതെങ്കിലും ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് എടുക്കും എന്നുള്ളതായിരുന്നു. പക്ഷെ അൺഫോർച്യുനേറ്റ്ലി മാർക്കറ്റ് എന്ത് ചെയ്തില്ല, ഈ ഒരു ലിക്വിഡിറ്റീസ് ഒന്നും എടുക്കാതെ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു സ്ട്രക്ചർ അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഉണ്ടായിരുന്ന ഡിമാൻഡ് ഇവിടെ ഫെയിൽ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കണ്ടിന്യൂഷൻസ് എന്ത് ചെയ്യാം, ട്രേഡ് എടുക്കാം. ഓക്കെ, സോ ഈ ഒരു സപ്ലൈ ഏരിയസ് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെ കൺഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഷോർട്ട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, സോ അതുപോലെ ഇവിടെ നമുക്കൊരു ഈക്വൽ ലോസ് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, നമുക്ക് എക്സ്പെക്ട് ചെയ്യാം പ്രൈസ് ഒരു ഈക്വൽ ലോസ്. ഇപ്പൊ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് കൺഫർമേഷൻ കിട്ടി പ്രൈസ് താഴോട്ടേക്ക് വരുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ കൺഫർമേഷൻ ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒബ്വിയസ്ലി ഈ ഈക്വൽ ലോസ് നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി അടുത്തൊരു ലോങ് ടേം അല്ലാന്നുണ്ടെങ്കിൽ അടുത്തൊരു ബൈങ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എവിടുന്നാണ് ഫൈൻഡ് ചെയ്യാം എന്നുള്ളത് എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്ക് വീക്കിലി ജസ്റ്റ് നോക്കാം. നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ മോസ്റ്റ് എക്സ്ട്രീമിലൊരു ഡിമാൻഡ് ഏരിയ ഉണ്ട്. അതുപോലെ കഴിഞ്ഞ ആ ഒരു ഫാളിന്റെ സമയത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ലോസ്റ്റ് പോയിന്റ് ഉണ്ട്. ഓക്കെ, സോ മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ ഏതെങ്കിലും ഡിമാൻഡ്സ് ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ജസ്റ്റ് എന്ത് ചെയ്യാം, പ്രൈസ് ഈ ഒരു ഏരിയ റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. കാരണം പ്രൈസ് ഇവിടുന്ന് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, സ്ട്രോങ് ആയിട്ട് പുഷ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡിമാൻഡ് ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രൈസ് ഈ ഒരു ലോ റെസ്പെക്ട് ചെയ്യാതെ അല്ലെന്നുണ്ടെങ്കിൽ ഈ ലോ മാർക്കറ്റ് ഡിസ്ട്രോയ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ടേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം,
ആ ഒരു കണ്ടിന്യൂഷൻ ടിൽ ഈ ഒരു ഏരിയ വരെ എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് തരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് ലോങ്സ് പ്ലാൻ ചെയ്യാം. അതുപോലെ വൺസ് ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കിവിടെ ഒരടുത്തൊരു ലിക്വിഡിറ്റി പോയിന്റ്സ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്. ഇവിടെ ഒരുപാട് ലിക്വിഡിറ്റീസ് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഈ ഒരു രീതിയിൽ ട്രെൻഡ് ലൈൻ രീതിയിൽ ഫോം ചെയ്യുന്ന. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലിക്വിഡിറ്റീസ് മാർക്കറ്റ് ടേക്ക് ചെയ്യും എന്നുള്ളത് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. ഇവിടെ കൺഫർമേഷൻ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ പൊതുവേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഷോർട്ടിന്റെ കൺഫർമേഷൻ ആണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ, ഈ ഒരു ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാം, കൺഫർമേഷൻസ് എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു ഏരിയന്ന്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തതിന്റെ കൺഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലോവർ പ്രൈസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അടുത്ത ഒരു എക്സ്പെക്ടിങ് പ്രൈസ് ആക്ഷൻ ഇതായിരിക്കും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാം, അതിനനുസരിച്ച് പ്രോപ്പറായിട്ട് വെയിറ്റ് ചെയ്യുക. കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്യണമെന്നില്ല, മൂവ് ചെയ്യണമെന്നില്ല. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോപ്പറായിട്ടുള്ള കൺഫർമേഷൻസിന് വെയിറ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ കൺഫർമേഷൻ തരികയാണെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, നമ്മൾ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ട്രേഡ്സ് എടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മളോട് ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും കൂടുതൽ അറിയാനും താല്പര്യമുള്ളവർ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിലെ ഫോം ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.